ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കൂടുതൽ പേര് സജസ്റ്റ് ചെയ്തത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പം, നമ്മളൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പം എന്തൊക്കെയാണ് നമ്മൾ ഒരു ഡേയിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു ഡേയിൽ വരിക എന്നുള്ളത് ഒരു സാധാ ഒരു കോളേജ് ലൈഫിനേക്കാളും വെരി ഡിഫറെൻ്റ് ആണ്. കാരണം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാതെ വന്നിട്ടുള്ളവരാണെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകും, എല്ലാം ഒന്നും മനസ്സിലാവില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു നഴ്സിംഗ് പീരീഡ് പോവുക. അപ്പം ആ ഒരു പീരീഡിൽ കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്ക് സ്ട്രെസ്സ് വരാനുള്ള കുറേ ചാൻസസ് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലൊക്കെ. പക്ഷേ എന്നാലും നമുക്കതൊക്കെ കടന്നു പോകണം. നമ്മൾ ഈ അടുത്താണ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ആ ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലായത് അത്രയും സ്ട്രെസ്സും അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രൗഡാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വന്നിരുന്ന് ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം നിങ്ങളിപ്പം വരാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ഒരിക്കലും അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും വരും. കാരണം അതൊരു നഴ്സിംഗ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു MBBS അല്ലെങ്കിൽ എന്ത് ടഫസ്റ്റ് ഡിഗ്രി പഠിക്കുന്ന ഒരാൾക്കും അത് തോന്നാം, ഇതൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, മടുക്കാണ്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ ഒരു ഗ്രാജുവേഷൻ ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും പ്രൗഡ് മൊമെൻ്റ് ആണ്. നിങ്ങളുടെ പാരൻസിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ മുമ്പിലൊക്കെ നിങ്ങൾക്ക് അത്രയും പ്രൗഡ് മൊമെൻ്റ് ആണത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്താമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരിക്കലും ഡ്രോപ്പ് ചെയ്യരുത്. നിങ്ങൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നിങ്ങളുടെ പീരീഡ് ഓഫ് ആ ഒരു സ്റ്റഡീസിലൊക്കെ. പക്ഷെ എന്നാലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളത് നേടിയെടുക്കുക കേട്ടോ. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഫെയിലാകും, അങ്ങനെയൊന്നും അവിടെ ഒന്നും നിങ്ങൾ തളരരുത്. കാരണം ഇത് നമ്മുടെ ലൈഫാണ്, ഇനിയും കുറേ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് പല മാറ്റങ്ങളും വരും. ഞാൻ എൻ്റെ ലാൻഡ് ലൈറ്റിംഗ് സെറിമണി ഓർക്കുമായിരുന്നു ആ ഒരു ഗ്രാജുവേഷൻ ടൈമിൽ കേട്ടോ. കാരണം ആ ഒരു ലാൻഡ് ലൈറ്റിംഗ് ടൈമിൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾ ഫുൾ ബ്ലാങ്ക്ഡ് ആണ്. കാരണം എന്താണ് ഏതാണ് അന്ന് ഞങ്ങൾക്കൊരു ഗ്രാജുവേഷൻ സെറിമണി കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ഓർക്കുമായിരുന്നു, ഈ ഗ്രാജുവേഷനൊക്കെ എത്തിയ ചേച്ചിമാർ എന്ത് ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് അവർ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ്, അടിപൊളിയാണല്ലോ കാണാനൊക്കെ. അപ്പം നമ്മളിങ്ങനൊരു ഡേ ഇനി എപ്പോഴാണ് വരിക, ഇനി 4 വർഷം കഷ്ടപ്പെടണ്ടേ, അങ്ങനെയൊക്കെ. കാരണം നമുക്ക് നമ്മുടെ പുറത്തുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവൊക്കെ ഉള്ളൂ. അപ്പം നമുക്കറിയില്ല എങ്ങനെയാണ്. പിന്നെ സിലബസൊക്കെ ടഫായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. അപ്പം നമ്മൾ ഓർത്ത് എങ്ങനെ നമ്മളിതൊക്കെ മറികടക്കും. പക്ഷേ ആ ലാബ് ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ഇത് ഞാൻ അപ്പോൾ ഓർക്കുമായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ ഒരു മൊമെൻറ്റ് അവിടെ വെച്ച് ഞാൻ റിയലൈസ് ചെയ്യായിരുന്നു, ഇത്രയും നമ്മൾ ടഫായിട്ട് നമ്മളത് നേടിയെടുത്തല്ലോ. അപ്പം അത്രയും ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഈ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നേരിടാൻ പറ്റും. എത്ര ഇതിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും, എന്ന് പറയുമ്പോൾ എത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും നമ്മളൊരു ആംബിവേർട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ വേറെ ഒരു മാറ്റമില്ല കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം എല്ലാവരുമായിട്ട് ഇടപഴകും, എല്ലാവരുടെ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാകും, നമുക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കരിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ തിരിഞ്ഞു പോയി, പക്ഷെ എന്നാലും ഇതൊരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഡേ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മളെപ്പോഴും ഏതൊരാളുടെ ലൈഫിലും രാവിലെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം മടി കൊണ്ടാണ്, അല്ലാതെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമല്ല. മടി കൊണ്ട് നമ്മൾ പലരും മറക്കുന്നൊരു കാര്യമാണ് കേട്ടോ അത്. പക്ഷേ നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരി എന്ന് നമുക്കിങ്ങനെ എണീക്കാം. ഒരു 5:30, 4:30, 6 മണി ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു 4:30 to 6 o'clock അല്ലെങ്കിൽ 6:30 വരെയുള്ള ആ ഒരു ടൈമിൽ നമ്മൾ എണീക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിഫ്രഷ്മെൻറ്റും നല്ല റിലാക്സേഷനും കിട്ടും കേട്ടോ. അപ്പം അന്നത്തെ ആ ഒരു ഡേ നമുക്ക് എത്ര ഡിഫിക്കൽറ്റി വന്നാൽ നമുക്കതൊക്കെ നല്ല ഉന്മേഷം കിട്ടും, നമുക്കതൊക്കെ നല്ല റിഫ്രഷ്മെൻ്റ് ആയിരിക്കും ഫസ്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഞാനൊക്കെ എൻ്റെ ലൈഫിൽ
കോളേജ് ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ കൂടിയാണ് ഞങ്ങൾ നിന്നത്. നല്ല ലൈറ്റായിട്ടൊക്കെയാണ് എണീച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കിടക്കുന്നതന്നെ ലേറ്റായിട്ടായിരിക്കും. അത്രയും അസൈൻമെൻറ്റ്സും അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വരുമ്പോൾ ഞാൻ അത്രയും ഫാസ്റ്റൊന്നുമല്ല, ഞാൻ അത്യാവശ്യം സ്ലോ ആയിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എന്ത് അസൈൻമെൻറ്റ് ഇടയിപ്പം ഒരാളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ രീതിക്കല്ലായിരിക്കും വേറൊരു സ്റ്റുഡൻറ്റ് നല്ല സ്ലോ ആയിട്ടുണ്ടാവും, ചിലർ നല്ല ഫാസ്റ്റായിട്ടുണ്ടാവും, ചിലർ മീഡിയം ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നമുക്കത് പലതും നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒരാൾ എഴുതി കഴിഞ്ഞ് വേഗം തന്നെ നമ്മൾ എഴുതി ഒന്നും തന്നെ എഴുതി തുടങ്ങിയ ആൾ അപ്പോൾ തന്നെ കഴിഞ്ഞു, നമ്മൾ പക്ഷേ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ലേറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ പലരും എണീക്കാനൊക്കെ ലേറ്റ് ആവാറുണ്ട്. ചിലർ ലേറ്റായിട്ട് കിടന്നാലും രാവിലെ തന്നെ എണീക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പല രീതികളാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എണീക്കുക, പിന്നെ എണീച്ച് നിങ്ങളൊന്ന് ഫ്രഷായിട്ട് നിങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെറസിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നല്ല ഫ്രഷ് എയറൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് രാവിലത്തെ ആ ഒരു ചെറിയൊരു സൺലൈറ്റൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല റിസൾട്ട് കിട്ടി. പക്ഷേ മടി ആയതുകൊണ്ട് പിന്നെ അത് ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യരുത്, നിങ്ങളത് ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ രാവിലെ എണീക്കുക, അങ്ങനെ ഒരു ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു ടൈം കഴിഞ്ഞ് നമുക്ക് പ്രേയേഴ്സൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യാം കേട്ടോ. പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അന്നത്തെ രാവിലെ, നമുക്ക് തലേന്ന് പഠിപ്പിച്ച് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും പിന്നെ പഠിപ്പിക്കുക. അത് നഴ്സിംഗ് സ്റ്റുഡൻ്റ് ലൈഫിൽ എന്തായാലും ഫുൾ ഡേയും സ്റ്റഡി തന്നെ ചെയ്യേണ്ടി വരും. കാരണം അസൈൻമെൻറ്റ്സും സ്റ്റഡീസൊക്കെ അവരുടെ ഇതിൽ എന്നും ഉണ്ടാവും. ഒരു ദിവസവും 2 ദിവസവും അങ്ങനെയൊന്നുമല്ല, ഒരു വീക്കിലി എന്നും നമുക്കുണ്ടാകും. ചോദ്യം ചോദിക്കലും അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ഇയർ ഒക്കെ വരുമ്പോൾ നമുക്ക് അനാട്ടമിക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിസ്റ്റം വൈസ് നമ്മൾ പഠിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് നല്ല കണ്ടിന്യൂഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പിന്നീട് നമ്മളത് മറന്നൊക്കെ പോകും. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു തലേന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മറിച്ചൊക്കെ നോക്കിയാൽ മതി. കാണാപ്പാടും ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്കതൊക്കെ നല്ലപോലെ നമ്മുടെ ആ ഒരു ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് കഴിക്കുക. ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം ആകുമ്പോൾ നമ്മൾ അത് പോയി കഴിക്കുക. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റിലാക്സ്ഡ് ആയി നമുക്ക് ടൈമൊക്കെ ഉണ്ടാകും. ആ ഒരു ടൈമിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഡ്രസ്സ് യൂണിഫോമൊക്കെ മാറ്റി. പിന്നെ നമ്മൾ പെൺകുട്ടികളാണ്, ഒരുങ്ങാനൊക്കെ ഉണ്ടാവും, ഒരുങ്ങുക. അങ്ങനെ നമ്മുടെ ആ ഒരു ഡേ, ആ ഒരു മോർണിംഗ് ഡേ തുടങ്ങുക. അങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് നമുക്ക് അപ്പോൾ ഒരു ഫ്രഷ് മൈൻഡായിരിക്കും. നമുക്ക് പോകുമ്പോഴാണെങ്കിലും കോളേജ് അത്ര തിടുക്കത്തിലൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല, നല്ല ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതൊരു ക്ലിനിക്കാണെന്നുണ്ടെങ്കിൽ പോലും, ക്ലിനിക്കിലാണ് നമുക്ക് ഡ്യൂട്ടി എങ്കിൽ പോലും അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ക്ലിനിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫീലിംഗാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് തരം പേഷ്യൻറ്റിനെയാണ് ഇന്ന് നേരിടാൻ പോകുന്നത്, എന്തൊക്കെയാണ് തെരവിളി കേൾക്കാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് പല ഇന്ന് സൂപ്രണ്ട് അതൊരു ചീത്ത വിളിക്കോ, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, എങ്ങനെ ഇന്ന് മുങ്ങി നടക്കാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ കൂടെ പോകും കേട്ടോ. അപ്പം നല്ല എൻജോയ്മെൻ്റാണ്. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കോളേജ് ലൈഫ് നല്ല പോലെ മിസ് ചെയ്യും. നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻറ്റും നേഴ്സും ആയി വർക്ക് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളതൊക്കെ മിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു കോളേജിൽ പോയി ഇരിക്കുക, പഠിക്കുക, തിരിച്ചു വരിക, എൻജോയ് ചെയ്യുക, അതാണ് എല്ലാ ഒരു കോളേജ് ലൈഫിലും ഉണ്ടാകും. അത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നഴ്സിംഗ് ലൈഫിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ഇല്ലാന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ലൈഫ് തന്നെയാണ് നമുക്ക് നഴ്സിംഗ് ലൈഫ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കൂളായിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ രാവിലെയൊക്കെ തുടങ്ങുക. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ പോവുക, അവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഫുൾ ടൈം ക്ലാസ് നമുക്ക് 8 to 5 ആണ് കേട്ടോ നമ്മുടെ ക്ലാസ് ടൈമിങ് വരുന്നത്. അത് പല കോളേജിലും ഡിഫറെൻ്റ് ഉണ്ടാകും. പക്ഷെ ഞങ്ങൾക്കൊക്കെ 8 to 5 തന്നെയായിരുന്നു. മിക്കവാറും എല്ലാവർക്കും 8 to 5 ആണ് ഉണ്ടാവുക. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കിളി പറക്കും. കാരണം 8 to 5 ഫസ്റ്റ് 2 വീക്കൊക്കെ നമുക്ക് ഒരു റിലാക്സേഷൻ തരും. 9 to 4 ഒക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓർക്കും, ഇന്ന് നല്ല കോളേജ്, അങ്ങനെയല്ല, കുഴപ്പമില്ല, നല്ലതാണല്ലോ, 4 മണി വരെയല്ലേ ഉള്ളൂ, ഇരുന്നാൽ പോരെ, 9 മണിക്ക് പോയാൽ പോരെ എന്നുള്ളൊരു ഇതൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ മുതലങ്ങോട്ട് തുടങ്ങിയ 8 to 5 നമ്മളിങ്ങനെ ക്ലാസ്സിലിരിക്കണം. ലെക്ചർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് നമ്മൾ ഉറങ്ങി വീഴും. എന്നാൽ അതൊരു ക്ലിനിക്കിലാവുമ്പോൾ നമുക്ക് 8 to 3 ആയിരിക്കും വരിക.
അപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷമാണ്. കാരണം 3 മണി വരെ അത്രയല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഉച്ചയ്ക്ക് വരെയൊക്കെ ഷിഫ്റ്റായിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അപ്പോഴേക്ക് നമുക്കൊരു റിലാക്സേഷൻ. അപ്പോൾ നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഈ ഹോളിഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടാണ് ബാക്കിയുള്ള ഡേയ്സൊക്കെ പോവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഉറക്കമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അങ്ങനെ നമ്മുടെ ഉച്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലെക്ചർ ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് ചിലപ്പോൾ നമുക്കൊരു ലൈബ്രറി പീരീഡൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് റെഫറൻസ് ഒക്കെ ചെയ്യാനും അതുപോലെ അസൈൻമെൻറ്റ്സ് ഒക്കെ തരും നമുക്ക്. അതൊക്കെ നമ്മൾ ചെയ്ത് നമുക്ക് ഒരു വൈകിട്ട് നമ്മുടെ 5 മണി വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഹോസ്റ്റലിലുള്ള കുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിൽ, വീട്ടിലെ കുട്ടികളാണെങ്കിൽ നേരെ വീട്ടിലേക്ക് ഫ്രഷായി ഫുഡ് കഴിച്ച്, ഫുഡ് എന്ന് പറയുമ്പോൾ സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ വാഷ് ചെയ്യാം കേട്ടോ. കാരണം ക്ലോത്ത് ഒരിക്കലും നമ്മൾ കൂട്ടി വെക്കരുത്. ഞങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല പോലെ എന്നും വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് അതൊരു ബേർഡനായിട്ട് വരില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഒരുപാട് വർക്ക് വരുന്ന ടൈമിലായിരിക്കും നമുക്ക് ഈ എല്ലാ തുണി അലക്കി ആ വർക്ക് ചെയ്യേണ്ട വരിക. അപ്പോൾ എന്നും നിലക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഹോസ്റ്റലാണ് നമുക്ക് അത്രയും പിള്ളേരുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ വീട് പോലെ നമുക്ക് പറ്റുന്ന ടൈമിലൊന്നും നമുക്ക് ചെയ്യണമെന്നില്ല, പറ്റണമെന്നില്ല ഒന്നും ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമ്മൾ ഫ്രഷ് ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു ടൈം കീപ്പ് ചെയ്യുക. ആ ടൈമിൽ കറക്റ്റ് ഫോളോ ചെയ്യുക. കാരണം ചിലപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പറ്റുന്നുണ്ടാവില്ല, ആ ഒരു ടൈമിൽ വേറെ ആരെങ്കിലും അത് ചെയ്യേണ്ടാവും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന ടൈമിൽ തന്നെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വൈകിട്ട് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ വാഷ് ചെയ്യുക, ഫ്രഷ് ആവുക. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റഡി ടൈമൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടും കേട്ടോ. പഠിക്കുമ്പോഴാണെങ്കിലും ഒരു ടൈം കണ്ടെത്തുക കേട്ടോ. കാരണം അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. നമ്മുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ വന്ന് ഫ്രഷായിട്ട് ഒരിച്ചിരി നേരം കിടന്നിട്ട് നിങ്ങൾ അസൈൻമെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്കും നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ തീർക്കാൻ പറ്റും. അത്രയും ഉണ്ടാവുള്ളൂ ഒരു ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ടൊക്കെ മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഒരു ഫീലിങ്ങോടുകൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിരുന്ന് എഴുതി മടുക്കും. നേരത്തെ തന്നെ നമ്മൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അതൊരിക്കലും പറ്റാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാരണം ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത് മനസ്സിലാകും. പക്ഷേ നിങ്ങളത് കീപ്പ് ചെയ്യുക. അത് നല്ലൊരു തന്നെയാണ്. നമ്മുടെ കോളേജിലുണ്ടായിരുന്നു അങ്ങനത്തെ കുട്ടികളൊക്കെ നേരത്തെ കിടന്നുറങ്ങുന്നതും നേരത്തെ എണീക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കുറേ പേരുണ്ടാകും എപ്പോഴും നേരത്തെ കിടക്കും, പക്ഷെ ആ ഒരു ഇത് വരില്ല, നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഇത് വരില്ല. കാരണം നേരത്തെ ഫോളോ ചെയ്ത ആ ഒരു ഇത് തന്നെയായിരിക്കും, റൂട്ടീൻ തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ മാറ്റിയെടുക്കാൻ നോക്കുക. കാരണം 4.5 years നമുക്കത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നല്ലപോലെ സ്ലീപ്പ് കിട്ടണം, എന്നാലാണ് നമുക്ക് ആ ഒരു നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ നമുക്ക് ഓക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ രാവിലെയുള്ള മോർണിംഗിലുള്ള ആ ഒരു ഫ്രഷ് മൈൻഡിലുള്ള സ്റ്റഡീസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പ്രേയേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. പ്രേയേഴ്സ് നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച്. പക്ഷേ എന്നാലും നമ്മുടെ ഈ ഒരു പീരീഡിൽ നമുക്ക് പല രീതിയിലുള്ള ഇമോഷണലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ളതും എല്ലാ കാര്യത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. അപ്പം അത് നമ്മൾ കോപ്പപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമുക്കൊരു നല്ല പോലെ പ്രയർ നമുക്ക് വേണം. അപ്പം അതൊക്കെ നമ്മൾ ഇതാക്കുക. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് ഒരു ഡേ എന്ന് പറയുന്നത്. ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ ഡേ അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക, അതുപോലെ നല്ല ഫുഡ് കഴിക്കുക കേട്ടോ. കാരണം ഒരിക്കലും ഫുഡ് കഴിക്കാതെ നിങ്ങൾ പോരുന്നത്. ഞാനൊക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ നല്ലപോലെ സ്ലിമ്മായിക്കെ പോകും. ഞാൻ കുറേ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊരു കാരണമാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട്. കാരണം ഞാൻ ആദ്യമൊക്കെ നല്ലപോലെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. എത്രയൊക്കെ ഇതാണെങ്കിലും നിങ്ങൾ ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾ മാറ്റരുത്. ലഞ്ചും ഒക്കെ ഇതായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആയാൽ പോലും നമ്മൾ എടുത്ത് കരുതി വെക്കുക. നമുക്ക് ഒരു ഇൻ്റർവെൽ ഉണ്ടാവുമല്ലോ, ഒരു 10-15 മിനിറ്റ് ഇൻ്റർവെൽ ഉണ്ടാവും. ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുമെങ്കിലും ചെയ്യാം. ലേറ്റ് ആവുകയാണെങ്കിൽ ഞാനത് കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം നഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ കാരണം നമ്മൾ അത്രയും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലിനിക്കിലൊക്കെ നല്ലപോലെ സ്ട്രെയിനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു ഹെൽത്ത് പോകരുത് കേട്ടോ. അപ്പം നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ എനിക്ക് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സൺലൈറ്റൊന്നും അധികം കൊള്ളാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്.
അപ്പം കാരണം ഹോസ്റ്റലാകുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾ ഹെൽത്തി മീൽസും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഒരു സ്റ്റുഡൻറ്റ് പീരീഡിൽ. കാരണം അത്രയും നമുക്ക് നല്ല പാടാണ്, പിന്നീട് അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പം ഞാനതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.